മധ്യപൂർവ്വ ഏഷ്യയിലെയും ലോകത്തിലെയും ഉറക്കം കെടുത്തിയ ഏറ്റവും വലിയ ഒരു പ്രദേശമാണ് ഗാസ. പാലസ്തീനിലെ ഗാസയിലുണ്ടായ ഉണ്ടായിക്കൊണ്ടിരുന്ന സംഘർഷം കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു രാഷ്ട്രീയ മത സാമുദായിക സംഘടന 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെ ആക്രമിച്ചു, കുറച്ച് പേരെ കൊന്നു. അതിന് 7 പേരെ മറ്റോ കൊന്നു. അതിന് പകരമായി ഇസ്രായേൽ ആയിരക്കണക്കിന് ആളുകളെ ഗാസയിൽ ബന്ദിയാക്കി. ഏകദേശം 2000 പേരെ ബന്ദികളാക്കി, ആയിരക്കണക്കിന് ആളുകളെ കൊന്നു, വലിയ ഉപരോധം ഏർപ്പെടുത്തി. വലിയ തോതിലാണ് ഗാസയിൽ ഇസ്രായേൽ കൈവച്ചത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ നിരന്തരം തെറി പറയും. അദ്ദേഹം പിന്തിരിപ്പനാണ്, മൂരാച്ചിയാണ്, കോർപ്പറേറ്റിൻ്റെ ഒരു മോശക്കാരനാണ്, അല്ലെ വളരെ മുതലാളിത്തത്തിൻ്റെ ആൾരൂപമാണ്, സാമ്രാജ്യത്വവാദിയാണ്, തീവ്രവാദിയാണെന്നൊക്കെ നമ്മൾ ഡൊണാൾഡ് ട്രംപിനെ പറയും. പക്ഷേ എന്തായാലും അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്ത് കാരണത്തിലായാലും ഈ മധ്യപൂർവ്വ ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ഈ ഒരു ഇടപെടലിന് അദ്ദേഹം ഏറ്റവും വലിയ ഒരു സംഭാവന നൽകിയിട്ടുണ്ട്. ഗാസ കരാർ ഒപ്പുവച്ചു ഇന്നലെ. അതിൻ്റെ ഭാഗമായി ഗാസയിൽ നിന്ന് ഹമാസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബന്ദികളെ മോചിപ്പിച്ചു. ഇനി ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നുള്ള 2000-ഓളം ബന്ദികളെ മോചിപ്പിക്കും. അപ്പോൾ ഈ ബന്ദികളുടെ മോചനത്തോടുകൂടി 2 രാഷ്ട്രങ്ങളിലെയും ഈ ബന്ദികളുടെ ബന്ധുമിത്രാദികൾ വന്ന് അവരെ ഏറ്റെടുത്തുകൊണ്ട് പോകുന്നു. റെഡ് ക്രോസ് എന്ന സംഘടനയാണ് ഇതിന് ഒരു മധ്യസ്ഥ വഹിച്ചത്. അപ്പോൾ റെഡ് ക്രോസിനാണ് കൈമാറുന്ന സ്ഥലമോ അല്ലെങ്കിൽ കൈമാറിയ രീതി ഒന്നും ചാനലുകൾക്കോ പത്രങ്ങൾക്കോ ഒന്നും കിട്ടുന്നതല്ല. അത് രഹസ്യമായി നടന്നൊരു പ്രോസസ്സാണ്. എന്നാൽ അവർ ഈ ബന്ദികളെ ഏറ്റെടുത്തതിന് ശേഷം 2 രാജ്യത്തിലെയും സൈനിക കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ചികിത്സയെല്ലാം നടത്തി അവർക്ക് ബന്ധുമിത്രാദികൾക്ക് വിട്ടുകൊടുക്കും. എന്തായാലും ജീവിച്ചിരിക്കുന്നവർ മരിക്കുന്നവരെക്കാൾ എത്രയോ ഭയാനകമാണ് ജീവിച്ചിരിക്കുന്നവർ ബന്ദികളായി മറ്റൊരു രാജ്യത്ത് കിടക്കുന്നു എന്ന് പറയുന്നത്. ബന്ധുമിത്രാദികൾക്ക് എന്നും ആകാംക്ഷയും ആദിയുമായിരിക്കും. എന്തായാലും ഗാസയിലെയും ഇസ്രായേലിലെയും അല്ലെങ്കിൽ പാലസ്തീനിലെയും ഒക്കെ കുറേ അധികം കുടുംബങ്ങളിൽ ഇന്നലെ സന്തോഷത്തിൻ്റെ പൂത്തിരി വിരിഞ്ഞു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. 1948 ഇസ്രായേൽ അറബ് യുദ്ധത്തിലൂടെയാണ് ഗാസ രൂപം കൊള്ളുന്നത്. 67 6 ഡേ വാർ എന്ന് പറയുന്ന 6 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലായി ഗാസ. അപ്പോഴും ഗാസയിൽ മുസ്ലിം ഭൂരിപക്ഷമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്, ജൂതന്മാരുണ്ട്, എല്ലാവരുമുണ്ട്. 2005 ഇസ്രായേൽ സൈന്യം പിന്മാറിയെങ്കിലും അവിടെ വിമാനത്താവളം, കടൽ അതിർത്തികൾ എല്ലാം ഇസ്രായേൽ അത് സൂക്ഷിക്കുന്നുണ്ട്. ആ ഗാസയിലെ ഹമാസ് എന്ന സംഘടന 2007 ഈ ഗാസയുടെ അധികാരം പിടിച്ചെടുത്തു. അങ്ങനെ അധികാരം പിടിച്ചതിന് ശേഷം ഇസ്രായേലും ഹമാസും തമ്മിൽ നിരന്തരം പോരാട്ടമായിരുന്നു. പാലസ്തീനും ഇസ്രായേലും തമ്മിൽ എന്നതിലുപരി ഹമാസും ഇസ്രായേലും തമ്മിലായിരുന്നു പോരാട്ടം. 2023 ഒക്ടോബറിൽ ഞാൻ സൂചിപ്പിച്ചു, വലിയ യുദ്ധമാണ് നടന്നത്. ഹമാസ് ആക്രമണങ്ങൾക്ക് പിന്നാലെ തിരിച്ച് ഇസ്രായേൽ വലിയ തോതിലാണ് ഗാസയിൽ പ്രഹരമേൽപ്പിച്ചത്. ആയിരക്കണക്കിന് ആളുകളെ കൊന്നു, വീടുകൾ ആളുകളെ ബന്ദിയാക്കി, സ്കൂളുകളും ആശുപത്രികളും എല്ലാം തകർത്ത് കളഞ്ഞു. ജനങ്ങൾക്ക് വൈദ്യുതിയും വെള്ളവും ഭക്ഷണവും ഒന്നും കൊടുക്കാത്ത വല്ലാത്തൊരു ദുരിതത്തിലേക്ക് കൊണ്ടുപോയി. അതിൽ മരിച്ചത് ഒരുപാട് ആളുകളാണ്, ഒരുപാട് കുട്ടികളാണ്, സ്ത്രീകളാണ്. പക്ഷേ ഗാസയിലെ ഈ മരണത്തിനെതിരെ അല്ലെങ്കിൽ ഗാസയിലെ ഇസ്രായേലിൻ്റെ കയ്യേറ്റത്തിനെതിരെ, യുദ്ധത്തിനെതിരെ ലോകമാസകലം പ്രത്യേകിച്ച് കേരളത്തിനുമൊക്കെ വലിയ പ്രതിഷേധമുണ്ടാകുമ്പോഴും ചില ചോദ്യങ്ങൾ ഉയരുന്നു. എന്തുകൊണ്ട് ഉക്രൈൻ-റഷ്യ യുദ്ധത്തിൽ കുട്ടികൾ മരിക്കുന്നില്ലേ? അവിടെ സ്ത്രീകൾ മരിക്കുന്നില്ലേ? അതെന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല? ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള വലിയ ആക്രമണം നടന്നപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ അത് ചർച്ച ചെയ്തില്ല? അങ്ങനെ തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മറ്റ് സംഘർഷങ്ങളിലും കുട്ടികളും അമ്മമാരും സഹോദരിമാരും ഒക്കെ മരിക്കുന്നില്ലേ? ഒരുപാട് പേർ അഭയാർത്ഥികളാകുന്നില്ലേ? ബന്ദികളാകുന്നില്ലേ? അതെന്തുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ഗൗരവമായി ചർച്ചയ്ക്ക് വരുന്നില്ല? അതിൻ്റെ പുറത്ത് സംഘർഷങ്ങൾ സമരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല എന്ന ചോദ്യം ഇവിടെയുണ്ട്. എന്തായാലും ഈജിപ്തും ഖത്തറും ഒരു മധ്യസ്ഥ റോളിൽ പ്രവർത്തിച്ചു. യുണൈറ്റഡ് നേഷൻസിൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെയും അമേരിക്കയുടെയൊക്കെ താൽക്കാലിക വെടിനിർത്തൽ പരിപാടികളും ഹ്യൂമാനിറ്റേറിയൻ കോറിഡോറിന് വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളുമൊക്കെ നടന്നു. ഈജിപ്തിൽ വെച്ച് ഇന്നലെ സമാധാന കരാർ 2 രാജ്യങ്ങളും ഒപ്പുവച്ചു. ഡൊണാൾഡ് ട്രംപ് ഉണ്ടായിരുന്നു, മോഡിക്ക് പോകാൻ കഴിഞ്ഞില്ല. അതിന് പകരം വിദേശകാര്യമന്ത്രി ജയശങ്കറാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. എന്നാലും ലോകരാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയിൽ വച്ച്, ഈജിപ്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ വച്ച് ഇന്നലെ 2 രാജ്യങ്ങളും
സമാധാന കരാറിൽ ഒപ്പുവെച്ചു. അങ്ങനെ 2 വർഷമായി തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്ന യുദ്ധം ചെയ്യുന്ന രീതി അവസാനിപ്പിച്ചു. 2 കൂട്ടരും ആയുധം വെച്ച് കീഴടങ്ങുന്നു എന്നാണ് അറിയുന്നത്. എന്നാൽ ഇനി എന്ത് എന്നതാണ് അടുത്ത ചോദ്യം. പരിഹാരം എന്ന് പറയുന്നത് 2 രാഷ്ട്രം എന്നുള്ള നിലയിലാണ്. പക്ഷേ 2 രാഷ്ട്രം കൊണ്ട് നിൽക്കുമോ എന്നറിയില്ല. 3 രാഷ്ട്രമാക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു നിഗമനം. 1 പാലസ്തീൻ അവർക്ക് കൊടുക്കേണ്ടി വരും, 2 ഇസ്രായേൽ. ഹമാസിനുമൊക്കെ അത് സമ്മതമാവും. പക്ഷേ ജെറുസലേമിനെ സംബന്ധിച്ച് ഒരു വലിയ വിഷയമുണ്ട്. ജെറുസലേം പങ്കുവയ്ക്കുന്നതിൽ വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അവിടെ മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും ഒക്കെ നബി തിരുമേനിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ചരിത്ര അവശിഷ്ടങ്ങളും ചരിത്രമായ പേടകങ്ങളും ചരിത്രപരമായ കാര്യങ്ങളുമുണ്ട്. യേശുവിൻ്റെ ജന്മസ്ഥലവുമാണ്. അപ്പോൾ ഇത് 2 വിഭാഗക്കാർക്കും, ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ തന്നെ അവകാശം ഉന്നയിക്കാൻ സാധ്യതയുള്ള ജെറുസലേമിൻ്റെ എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതും വലിയ ചർച്ചയാണ്. അല്ലെങ്കിൽ ജെറുസലേമിനെ ഒരു പ്രത്യേക അധികാരമുള്ള ലോകരാഷ്ട്രങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ചുമതലയിലുള്ള ഒരു പ്രത്യേക ഭരണകൂടത്തെ കൊണ്ടുവന്നുകൊണ്ട് 3ആയി പിരിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ലോകരാഷ്ട്രങ്ങളിലെ പത്രങ്ങളും മാധ്യമങ്ങളും ഡിജിറ്റൽ മീഡിയകളും യൂട്യൂബുകളും എല്ലാവരും ആവേശത്തോടെ കാണിക്കുന്ന വാർത്തയാണ് ഗാസയിലെ ഇസ്രായേൽ സേനയുടെ പിന്മാറ്റവും ഹമാസ് ബന്ദികളെ കൈമാറുന്നതും. തിരിച്ചിനിയും 1-2 ദിവസം അവിടെ നിൽക്കും. ഘട്ടം ഘട്ടമായിട്ടാണ് ബന്ദികളെ കൈമാറുന്നത്. നിരായുധരായിട്ടും അതുപോലെ അതിന് സമയവും ടൈം ടേബിളും ഒക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഈ ബന്ദികളെ മോചിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞാൽ അടുത്തത് ആയുധം വെച്ച് പരസ്പരം കീഴടങ്ങലിൻ്റെ കഥകളുണ്ട്. എന്തായാലും അതുപോലെ തന്നെ ഗാസയിലെ വിമാനത്താവളം, കടലതിർത്തികൾ, ഇതെല്ലാം ഇസ്രായേൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നു. അതൊക്കെ ഇനി എന്ത് സംഭവിക്കുമെന്നറിയില്ല. അപ്പോൾ അതുപോലെ അമേരിക്കയുടെ ഇടപെടൽ ഇനി എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്നറിയില്ല. എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെന്നറിഞ്ഞാലും താൽക്കാലികമായിട്ടെങ്കിലും എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ദികളാക്കാതെ വിട്ടുകൊണ്ട് ഗാസയിൽ ഒരു സമാധാനം വരുന്നു എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള വാർത്തയാണ്. ലോകത്തിലെ സമാധാനകാംക്ഷികൾക്ക് സുഖമായി ഉറങ്ങാം. പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയം കുത്തിത്തിരിപ്പ് കണ്ട്, ജാതിയുടെയും മതത്തിൻ്റെയും കുത്തിരിപ്പ് കണ്ട്, ഏതെങ്കിലും മതവിഭാഗത്തെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയമായി എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലായാലും കേരളത്തിലായാലും ലോകത്തെവിടെയായാലും അവർ നിരാശപ്പെടും. അവരുടെ ഉറക്കം കെടുകയും ചെയ്യും. എന്തായാലും ഗാസയിൽ ആളുകൾ സമാധാനമായി ഉറങ്ങട്ടെ. ഇസ്രായേലിലേക്ക് തിരിച്ചുവിട്ട ബന്ദികളും അവർ സ്വതന്ത്രരായിരിക്കുന്നു. അങ്ങനെ 2 രാജ്യങ്ങളുടെ വളരെ കൃത്യമായ സമാധാന കരാറും വന്നിരിക്കുന്നു. ആ സമാധാനം പുലരട്ടെ. അപ്പോഴും ഒരു വാക്കുകൂടി മറുവാക്ക് പറഞ്ഞു നിർത്താം. ഏഷ്യയിൽ ഇങ്ങോട്ട് വരുമ്പോൾ, മധ്യപൂർവേഷ്യയൊക്കെ കഴിഞ്ഞ് ഏഷ്യൻ വരുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും താലിബാനും തമ്മിലുള്ള യുദ്ധം വീണ്ടും വളരുന്നു. അത് വഷളായിക്കൊണ്ട് തന്നെ മാറുകയാണ്. ഓരോ ദിവസവും, ഓരോ നിമിഷവും, ഓരോ മണിക്കൂറും പുതിയ ആക്രമണങ്ങളാണ് 2 കൂട്ടരും ആസൂത്രണം ചെയ്യുന്നത്.